ശ്രീ റിജിൽ മാക്കുറ്റി. വിഷയങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തു. വിഷയങ്ങൾക്കപ്പുറത്ത് ഇലക്ഷന്റെ ചില അടിസ്ഥാന വിഷയങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മണ്ഡല പുനർനിർണയത്തിന് ശേഷം, അതായത് 2011 ശേഷം കോൺഗ്രസിന് എത്ര പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള മൗലികമായ പ്രശ്നം, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എത്ര പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഈവൻ 2011 അധികാരത്തിലെത്തുമ്പോൾ പോലും 40-ലേക്ക് എത്താൻ കോൺഗ്രസിന് സീറ്റ് സംഖ്യയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ 3 തെരഞ്ഞെടുപ്പുകളിലെ CPM-ന്റെ പെർഫോമൻസ് അവിടെ നിൽക്കുന്നുണ്ട്. മണ്ഡലങ്ങളുടെ ഘടന, MLA-മാരുടെ പോപ്പുലാരിറ്റി, ഇങ്ങനെ പല സംഗതികളുണ്ട്. കേരളത്തിന്റെ 70 വർഷത്തെ ചരിത്രം എടുത്താൽ ആദ്യത്തെ 40 വർഷം എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ ഭരിച്ചിട്ടുള്ളത് 10 കൊല്ലമാണ്. പക്ഷേ കഴിഞ്ഞ 30 വർഷം എടുത്താൽ അതിൽ 20 കൊല്ലവും അവരാണ് ഭരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഇതിപ്പോൾ ലോക്സഭയിലൊക്കെ സംഭവിക്കുന്നത് പോലെ തൂത്തുവാരി ഞങ്ങൾ ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കണക്കുകളും അതുപോലെ മണ്ഡലങ്ങളിലെ യാഥാർത്ഥ്യങ്ങളും ഒക്കെ വെല്ലുവിളിയായി തടസ്സമായി നിൽക്കുമോ? ശ്രീ അഭിലാഷേ, ഒരു സർക്കാരിനെതിരായി ജനവികാരം വരുമ്പോൾ അതിനകത്ത് മണ്ഡലമെന്നോ MLA എന്നോ അല്ലെങ്കിൽ അവിടെ പിന്നെ മണ്ഡലത്തിൻ്റെ പുനർനിർണയവുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും അവിടെ ജനങ്ങൾ എതിരാണ് തീരുമാനിച്ചാൽ ഏത് കോട്ടകളും പൊളിയെന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഒറ്റൊരു കാര്യം പറയാം. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മയ്യിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഭരിക്കുന്നത്, അതിൻ്റെ മെമ്പർ കോൺഗ്രസ്സാണ്. മയ്യിൽ എന്ന് ശ്രീ അഭിലാഷ് അറിയാലോ, മയ്യിൽ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലം എത്ര ശക്തമായ CPM-ന് വേരോട്ടമുള്ള സ്ഥലമാണ്. അവിടെ കോൺഗ്രസിന് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകണമെങ്കിൽ അത് ചെറിയ കാര്യം, ഒരു വാർഡിലല്ല, ഒരു ബ്ലോക്കിൽ, ഒരു ജില്ലാ പഞ്ചായത്താണ്. ആ ജില്ലാ പഞ്ചായത്തിലെ ആൾ വോട്ട് മാറ്റി ചെയ്ത് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ കണ്ണൂർ ചെയ്ത്, അതുകൊണ്ട് വാർഡിൻ്റെയും ബൂത്തിൻ്റെയും അല്ലെങ്കിൽ MLA-മാരുടെ പെർഫോമൻസ് ഒന്നുമല്ല. ഈ സർക്കാരിനെതിരാണ് ജനങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമാണ്. നിങ്ങൾ എന്തെല്ലാം തരത്തിൽ അതിനെ വെള്ളപൂശാൻ ശ്രമിച്ചാലും, എന്തെല്ലാം തരത്തിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ജനം പിണറായി വിജയനെതിരാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ? ആഗോള അയ്യപ്പ സംഗമം നടത്തി ഇവർ പറഞ്ഞല്ലോ, ഇവർ കൊണ്ടുവന്നതാരെയാ? ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഇവർ BJP ഡീലുണ്ടല്ലോ. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സന്ദേശം വായിച്ചത് ആരുടെ സന്ദേശം? യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഏറ്റവും രാജ്യം കണ്ട ഏറ്റവും വലിയ വിഷജീവിയായിട്ടുള്ള വിഷം തുപ്പുന്ന ഒരു വർഗീയവാദിയായ മുഖ്യമന്ത്രിയുടെ സന്ദേശമാണ് ഒരു ഉളുപ്പുമില്ലാതെ പിണറായി വിജയൻ സാക്ഷ്യത്തിൽ ഇവിടെ വായിക്കുന്നത്. എന്താ അതിൻ്റെ ലക്ഷ്യം? എന്താണ് അതിൻ്റെ കാര്യം? കേരളത്തിലെ DGP ഉൾപ്പെടെ നരേന്ദ്രമോദിയുടെ ചീഫ് സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്ന് രവതാ ചന്ദ്രശേഖരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരുടെ പിന്തുണ പ്രകാരമാണ്? PM-ശ്രീ പദ്ധതി പോയി ഒളിച്ചു ഒപ്പിട്ടത് എന്ത് നിലപാടാണ്? ഈ നാട് മുഴുവൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായി എന്ത് നിലപാട് സ്വീകരിച്ചു? ആ വെള്ളാപ്പള്ളി നടേശൻ കാറിലിരുത്തിയല്ലേ ആഗോള അയ്യപ്പ സംഗമത്തിന് പോയത്? അപ്പോൾ BJP-യും ഇവർ ഒന്നാണെന്നുള്ളത് ഈ നാട്ടിനകത്തെ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ഭയത്തോടു കൂടി ഇവരെ കാണാണ്. ഈ സ്വന്തം പിണറായി വിജയന്റെ അഴിമതിയും അത് ബന്ധപ്പെട്ട കാര്യം മറച്ചു വെക്കാൻ ഈ കേരളത്തെ RSS-ന് പാട്ടത്തിന് കൊടുക്കാൻ ഇവർ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് ഇവിടെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആ ജനം ഉൾപ്പെടെ, പ്രത്യേകിച്ച് നമുക്കറിയാലോ ക്രിസ്ത്യൻ സമൂഹം ഉൾപ്പെടെ നിൽക്കുന്നവർ, ഈ മലയോര മേഖല അനുഭവിക്കുന്ന കർഷകരുടെ പ്രശ്നം എത്രയാണ്? അവിടുത്തെ വന്യമൃഗ വേട്ട, എത്ര ആടുകളാണ് അവിടെ കൃഷി നശിപ്പിക്കപ്പെടുന്നത്, ആട് കൊല്ലപ്പെടും, എന്ത് നിലപാട് സ്വീകരിച്ചു നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണക്കാരനുൾപ്പെടെ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ബാധ്യതയായിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മണ്ഡല പുനർനിർണയത്തിന്റെയും MLA-മാരുടെ പിന്തുണയും കൊണ്ട് ഇവർ രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് കരുതാം. നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ സർവേ ഫലത്തിൽ വെച്ച് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. പക്ഷേ അങ്ങനെയല്ല ഗ്രൗണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ റിസൾട്ട് വരുന്ന ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് യാതൊരു തർക്കവും. ആ രൂപത്തിലേക്ക് വലിയ 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 രൂപത്തിലുള്ള ജനവികാരം ഈ സർക്കാരിനെതിരായിട്ടുണ്ട് എന്നുള്ളതാണ്. സമീപകാലത്ത് ധർമ്മടത്തൊക്കെ ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഒരു ഒറ്റ നമ്മൾ ഒരുപാട് സ്ഥാനാർത്ഥി മത്സരിച്ചു. പക്ഷേ ഈ കഴിഞ്ഞ ധർമ്മടത്തെ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ ജനാവേശം ഇതുവരെ ഇല്ലാത്ത, ഒരു കണ്ണൂർ ജില്ല ഒരു സ്ഥലത്തും ഇല്ലാത്ത വലിയ ജനപങ്കാളിത്തമാണ്. ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി, ഇത് എവിടുന്ന ധർമ്മടത്തുനിന്ന് ഈ ആള് വന്നത് എന്നുള്ള ബോധ്യം. അപ്പൊ തീർച്ചയായും ആ ആള് വരുന്നത് ഓരോ സ്ഥലത്തും നമുക്ക് കാത്തിരിക്കാം. മെയ് 4-ാം തീയതി വരെ. പിന്നെ സർവേ നടത്തിയത് ഒരു ഏജൻസിയാണ്. ആ ഏജൻസി 23-ാം തീയതി മുതൽ, മാർച്ച് 23-ാം തീയതി മുതൽ മാർച്ച് 31 വരെ എടുത്തിട്ടുള്ള ഡേറ്റയാണ്. അതിനുശേഷമുള്ള 8-9 ദിവസം എന്ന് പറയുന്നത് മാറ്റം വരാൻ പര്യാപ്തമായ സമയമാണ്. അതുകൊണ്ട് പ്രീപോൾ സർവേകൾ അതുപോലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ആവർത്തിക്കുമെന്നൊന്നും നമുക്ക് കരുതുക വയ്യ. അതൊക്കെ എന്ത് സംഭവിക്കുന്നുള്ളത് ജനങ്ങളുടെ കയ്യിലാണ്. നമുക്ക് നോക്കാം. എന്തായാലും 15 സീറ്റോടെ LDF-ന് കൂടും. എന്തായാലും നമുക്ക് അതൊക്കെ ജനങ്ങൾക്ക് വിട്ടു. ജനങ്ങൾ വിധി എഴുതി ജനങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് മെയ് 4-ാം തീയതി അറിയുകയും ചെയ്യാം.